അസ്സലാമു അലൈക്കും. സംഗമം കൾച്ചറൽ ഫോറം നടത്തുന്ന വിവിധ പരിപാടികളിൽ ഒന്നായ സാറ്റർഡേ ഇൻസൈറ്റിന്റെ 4ാമത്തെ ശനിയാഴ്ച നടത്തിവരുന്ന അംഗങ്ങളുടെ അവതരണ പരിപാടിയിലാണ് നാം ഏവരുമുള്ളത്. ഇന്നത്തെ വിഷയം എന്ന് പറയുന്നത് ജൂൺ മാസത്തിലെ വിവിധ ദിനാചരണങ്ങളെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് ജൂൺ മാസ ചിന്തകൾ എന്നതാണ്. പരിപാടിയിൽ എന്റെ കർത്തവ്യം സ്വാഗതം പറയുക എന്നതാണ്. ആദ്യമായി സൊസൈറ്റി ഭാരവാഹികളായ സൊസൈറ്റി പ്രസിഡന്റ് ഫാസിന ബഷീർ, സൊസൈറ്റി സെക്രട്ടറി അബ്ദുൾ റഹീം, വൈസ് പ്രസിഡന്റ് അഷ്ഫാഖ് സാഹിബ് എന്നിവർക്ക് എന്റെ പേരിലും കൾച്ചറൽ ഫോറത്തിന്റെ പേരിലും കോർട്ടീമിന്റെ പേരിലും ഞാൻ സ്വാഗതം പറയുന്നു. നമ്മുടെ ഈ പരിപാടിയിൽ അധ്യക്ഷത വഹിക്കുന്ന കൾച്ചറൽ ഫോറം ചെയർമാൻ റുക്സാന തഹ അവർക്കും ഞാൻ എന്റെ പേരിലും കോർട്ടീമിന്റെ പേരിലും കൾച്ചറൽ ഫോറത്തിന്റെ പേരിലും സ്വാഗതം പറയുന്നു. അംഗങ്ങളുടെ അവതരണത്തെ അവലോകനം ചെയ്തുകൊണ്ട് സംസാരിക്കുന്ന ബയാനുൽ ഇസ്ലാം മദ്രസ പ്രിൻസിപ്പലും ഗവൺമെന്റ് ഗേൾസ് UP സ്കൂൾ അധ്യാപകനുമായ റാഷിദ് അംബാലി, അതുപോലെ അവതരണം നടത്തുന്ന സഹല സുഹാന, സൗജത്ത് ലത്തീഫ്, യാസ്മീൻ TK, ജംഷീദ, തൻസീറ നവാസ്, ഷംന AK, നിലോഫർ, ഫസീന എന്നിവർക്കും ഞാൻ എൻ്റെ പേരിലും കൾച്ചറൽ ഫോറത്തിന്റെ പേരിലും കോർട്ടീമിന്റെ പേരിലും സ്വാഗതം പറയുന്നു. നമ്മുടെ ഈ പരിപാടി നന്ദി പറയുന്ന ഷമീമ, അവർക്കും ഞാൻ എൻ്റെ പേരിലും കൾച്ചറൽ ഫോറത്തിന്റെ പേരിലും കോർട്ടീമിന്റെ പേരിലും സ്വാഗതം പറയുന്നു. നമ്മുടെ ഈ പരിപാടി വീക്ഷിക്കാൻ വേണ്ടി എത്തിച്ചേർന്ന എല്ലാ കോർട്ടീം അംഗങ്ങൾക്കും കൾച്ചറൽ ഫോറം അംഗങ്ങൾക്കും മറ്റ് അയൽക്കൂട്ടായ്മ അംഗങ്ങൾക്കും ഞാൻ എൻ്റെ പേരിലും കൾച്ചറൽ ഫോറം അംഗങ്ങളുടെ പേരിലും സ്വാഗതം പറയുന്നു. എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം പറഞ്ഞുകൊണ്ട് അധ്യക്ഷ സ്ഥാനത്തേക്ക് കൾച്ചറൽ ഫോറം ചെയർമാൻ റുക്സാന താഹിയെ ക്ഷണിച്ചുകൊള്ളുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സംഗമം കൾച്ചറൽ ഫോറം എല്ലാ മാസവും 4ാം ശനിയാഴ്ച നടത്തുന്ന അംഗങ്ങളുടെ അവതരണ പരിപാടിയിലാണ് നാം ഉള്ളത്. എല്ലാ തവണയിൽ നിന്നും വ്യത്യസ്തമായി ഐതിഹാസിക ജീവിതങ്ങൾക്ക് പകരം പ്രകൃതിയുടെ പച്ചപ്പും വായനയുടെ വെളിച്ചവും മനുഷ്യന്റെ അതിജീവന വീര്യവും ലഹരിക്കെതിരെയുള്ള ജാഗ്രതയും ഒരുമിച്ച് ചേരുന്ന ജൂൺ മാസത്തിലെ ചിന്തകൾ അംഗങ്ങൾ ഇവിടെ അവതരിപ്പിക്കുന്നു. ആദ്യമായി ജൂൺ 5 ലോക പരിസ്ഥിതി ദിനത്തെക്കുറിച്ച് സംസാരിക്കാനായി സംഗമം 42 അംഗം സഹല സുഹാനയെ വളരെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും. ലോക പരിസ്ഥിതി ദിനത്തിന്റെ ഭാഗമായി ഏതാനും കുറച്ച് കാര്യങ്ങളാണ് ഞാൻ ഇവിടെ പങ്കുവെക്കുന്നത്. 1972 നടന്ന ഐക്യരാഷ്ട്രസഭയുടെ മനുഷ്യ പരിസ്ഥിതി സമ്മേളനത്തിന്റെ തീരുമാനപ്രകാരം 1974 മുതൽ എല്ലാ വർഷവും ജൂൺ 5 ലോക പരിസ്ഥിതി ദിനമായി ആചരിച്ചു വരുന്നു. മനുഷ്യനും പ്രകൃതിയും തമ്മിലുള്ള ബന്ധം ശക്തിപ്പെടുത്തുകയും പരിസ്ഥിതി സംരക്ഷണത്തിന്റെ ആവശ്യകത ജനങ്ങളിലേക്ക് എത്തിക്കുകയും ചെയ്യുകയാണ് ഈ ദിനത്തിന്റെ ലക്ഷ്യം. നമ്മുടെ ജീവന്റെ അടിസ്ഥാനമായിട്ടുള്ള തന്നെ പ്രകൃതിയാണ്. ശുദ്ധവായു, ശുദ്ധജലം, ഫലഭൂയിഷ്ഠമായ മണ്ണ്, ജൈവ വൈവിധ്യം എന്നിവയെല്ലാം മനുഷ്യന്റെ നിലനിൽപ്പിന് ഏറ്റവും അനിവാര്യമാണ്. എന്നാൽ ഇന്ന് അനിയന്ത്രിതമായ നഗരവൽക്കരണവും വനനശീകരണവും പ്ലാസ്റ്റിക് മലിനീകരണവും വ്യവസായ മാലിന്യങ്ങൾ, അമിതമായ പ്രകൃതി വിഭവ ചൂഷണങ്ങൾ എന്നിവ പരിസ്ഥിതിക്ക് വലിയ ഭീഷണിയായി മാറിയിരിക്കുകയാണ്. കാലാവസ്ഥാ വ്യതിയാനം ഇന്ന് നമ്മുടെ ലോകം നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളികളിൽ ഒന്നാണ്. ആഗോള താപനില ഉയരുന്നതും പ്രകൃതി ദുരന്തങ്ങൾ നമുക്ക് കാണാം, പുതിയ പുതിയ അസുഖങ്ങൾ നമ്മുടെ നാട്ടിലുള്ളത് എന്നിവ വർദ്ധിക്കുന്നത്, ജലസ്രോതസ്സുകൾ കുറയുന്നത് മനുഷ്യരാശിക്ക് ഇതൊക്കെ ഒരു വൻ മുന്നറിയിപ്പുകളാണ്. പരിസ്ഥിതി സംരക്ഷണം സർക്കാർ സംവിധാനങ്ങളുടെ മാത്രം ഉത്തരവാദിത്തമല്ല. നമുക്ക് എപ്പോഴും ഇങ്ങനെ കുറെ നോട്ടീസും കാര്യങ്ങളൊക്കെ അവരിങ്ങനെ കൊണ്ടുതരുമ്പോൾ നമ്മൾ വിചാരിക്കും ഇതെന്തോ അവർ ചെയ്യേണ്ട കടമയാണെന്ന്. അതിന് മറിച്ച് ഓരോ പൗരന്റെയും കടമയാണ്. ഒരു മരം നട്ടുപിടിപ്പിക്കുക, ജലം സംരക്ഷിക്കുക, ഊർജം പാഴാക്കാതിരിക്കുക, പ്ലാസ്റ്റിക് ഉപയോഗം കുറയ്ക്കുക, മാലിന്യങ്ങൾ ശരിയായ രീതിയിൽ സംസ്കരിക്കുക, റീസൈക്ലിംഗ് ഒക്കെ പോലുള്ള ചെറിയ പ്രോസസ്സിലേക്ക് നമുക്ക് ഏറ്റവും നല്ല രീതിയിൽ തന്നെ പങ്കെടുക്കാവുന്നതാണ്. ഇത്തരം ചെറിയ ചെറിയ പ്രവർത്തനങ്ങൾ പോലും വലിയ മാറ്റങ്ങൾക്ക് കാരണമാവും. പ്രകൃതിയെ കീഴടക്കാനുള്ളതല്ല, അതോടൊപ്പം ജീവിക്കാനുള്ളതാണ് മനുഷ്യന്റെ യഥാർത്ഥ പുരോഗതി. നമ്മുടെ ഇന്നത്തെ പ്രവൃത്തികളാണ് നാളത്തെ ഭൂമിയെ നിർണ്ണയിക്കുന്നത്. നമ്മുടെ മുൻകാലത്തെ മൂല്യങ്ങൾ നമുക്ക് വേണ്ടി സംരക്ഷിച്ചതുകൊണ്ടാണ് നമുക്ക് ഈ വിഭവങ്ങൾ ഏറ്റവും നന്നായി ആസ്വദിക്കുന്നത്. അത് വരുന്ന തലമുറയ്ക്ക് വേണ്ടി സംരക്ഷിക്കാനുള്ള ഒരു പ്രതിജ്ഞ കൂടി നമ്മൾ എടുക്കണം. ഈ പ്രകൃതിയെ സംരക്ഷിക്കുകയും വിഭവങ്ങളെ കരുതലോടെ ഉപയോഗിക്കുകയും വരും തലമുറകൾക്ക് ആരോഗ്യകരമായ ഒരു ഭൂമി കൈമാറുന്നതും നമ്മുടെ ഉത്തരവാദിത്തമാണ്. അതിനുവേണ്ടിയുള്ള ഏറ്റവും പ്രതിജ്ഞാബദ്ധരായിട്ടുള്ള പ്രവർത്തനങ്ങളിലേക്ക് നാം ഏർപ്പെടാം. ഈ ഒരു പരിസ്ഥിതി ദിനത്തിലെ ചിന്തകൾ അങ്ങനെയാവട്ടെ. നന്ദി.
പരിസ്ഥിതി ദിനത്തെക്കുറിച്ച് ചുരുങ്ങിയ സമയം കൊണ്ട് വളരെയധികം കാര്യങ്ങൾ പറഞ്ഞു തന്ന സലാസുവാന, നന്ദി. അടുത്തതായി ജൂൺ 19 കേരള വായന ദിനത്തെക്കുറിച്ച് സംസാരിക്കുവാനായി സംഗമം 8 അംഗം സൗജത്ത് ലത്തീഫിനെ വളരെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും. ഇന്ന് ഞാൻ കേരള വായന ദിനത്തെക്കുറിച്ചാണ് ഇവിടെ പറയാൻ പോകുന്നത്. കേരളത്തിൽ എല്ലാ വർഷവും ജൂൺ 19 തീയതി വായനാ ദിനമായി ആചരിക്കുന്നു. മലയാളത്തിന്റെ മഹാനായ ഗ്രന്ഥശാല പ്രവർത്തകനും വിദ്യാഭ്യാസ സാംസ്കാരിക രംഗത്തെ പ്രമുഖ വ്യക്തിത്വവുമായ PN പണിക്കർ സാറിന്റെ ചരമദിനമാണ് വായനാ ദിനമായി ആചരിക്കുന്നത്. വായിച്ചു വളരുക, ചിന്തിച്ച് വിവേകം നേടുക എന്ന അദ്ദേഹത്തിന്റെ സന്ദേശം ഇന്നും ഏറെ പ്രസക്തമാണ്. പുസ്തകങ്ങൾ നമ്മുടെ ഏറ്റവും നല്ല സുഹൃത്തുക്കളാണ്. വായന നമ്മുടെ അറിവ് വർദ്ധിപ്പിക്കുകയും ഭാഷാശേഷി മെച്ചപ്പെടുത്തുകയും ചിന്താശക്തി വളർത്തുകയും ചെയ്യുന്നു. ഒരു നല്ല പുസ്തകം നമ്മെ പുതിയ ലോകങ്ങളിലേക്ക് കൊണ്ടുപോകുകയും നല്ല മൂല്യങ്ങൾ പകർന്നു നൽകുകയും ചെയ്യുന്നു. ഇന്നത്തെ ഡിജിറ്റൽ ലോകത്ത് മൊബൈൽ ഫോണുകളിലും സാമൂഹ്യ മാധ്യമങ്ങളിലും കൂടുതൽ സമയം ചെലവഴിക്കുന്ന സാഹചര്യങ്ങളിൽ വായനയുടെ പ്രാധാന്യം കുറയുന്നുവെന്ന ആശങ്കയുണ്ട്. അതുകൊണ്ട് തന്നെ വായന ഒരു ശീലമാക്കേണ്ടത് വളരെ പ്രധാനമാണ്. ദിവസവും കുറച്ച് സമയം വായനക്കായി മാറ്റിവെച്ചാൽ അത് നമ്മുടെ വ്യക്തിത്വ വികസനത്തിന് വലിയ സഹായകമാകും. കേരള വായന ദിനം നമ്മെ ഓർമ്മിപ്പിക്കുന്നത് പുസ്തകങ്ങളെ സ്നേഹിക്കാനും വായനയെ ജീവിതത്തിൽ ഭാഗമാക്കാനും വേണ്ടിയുള്ള സന്ദേശമാണ്. നമുക്ക് എല്ലാവർക്കും നല്ല വായനാശീലം വളർത്തുകയും അറിവിന്റെ ലോകത്തേക്ക് കൂടുതൽ മുന്നേറുകയും ചെയ്യാം. ഇൻഷാ അല്ലാഹ്. വായനയെക്കുറിച്ച് ഇത്ര നല്ല ഭംഗിയായിട്ട് നമുക്ക് പറഞ്ഞു തന്ന സൗജത്ത് ലത്തീഫ്, വളരെയധികം നന്ദി. അടുത്തതായി ഇനി നമുക്കൊരു ഗാനമാവാം. സംഗമം 144 അംഗം തൻസീറ നിവാസിനെ ക്ഷണിക്കുന്നു. പിരിയുന്ന ലോകത്ത് പൂവിട്ട് പൂജിച്ച് പാറിപ്പറന്നോ ഞാൻ ലോകനാഥ, ചിറകറ്റു വീണെന്റെ റൂഹ് പിരിയുവാൻ, ചിറകറ്റു വീണെന്റെ റൂഹ് പിരിയുവാൻ നാളെത്രയുണ്ടെന്ന് ആരറിഞ്ഞു. എല്ലാം അറിയുന്ന നിന്നെ മറന്നു ഞാൻ, വല്ലാത്ത പാപിയായി തീർന്നു പോയി. എല്ലാം അറിയുന്ന നിന്നെ മറന്നു ഞാൻ, വല്ലാത്ത പാപിയായി തീർന്നു പോയി. ജല്ല ജലാലേ നിൻ കാരുണ്യം കൊണ്ടെന്റെ, ജല്ല ജലാലേ നിൻ കാരുണ്യം കൊണ്ടെന്റെ ഖബറിനടിയിലും കാത്തിടേണേ. പെറ്റു പിറന്നോ ഞാൻ ദുനിയാവു കണ്ടെന്നേ, പേടിച്ചു താനേ കരഞ്ഞു പോയി. പെറ്റു പിറന്നോ ഞാൻ ദുനിയാവു കണ്ടെന്നേ, പേടിച്ചു താനേ കരഞ്ഞു പോയി. പിന്നെ മുലപ്പാലുണക്കി നുണച്ചു ഞാൻ, പിന്നെ മുലപ്പാലും നക്കി നുണച്ചു ഞാൻ, ഭൂലോകം വാരി വിഴുങ്ങലായി. പിരിയുന്ന ലോകത്ത് പൂവിട്ട് പൂജിച്ച് പാറിപ്പറന്നോ ഞാൻ ലോകനാഥ, ആരാന്റെ ഹക്കുകളിൽ കീഴില്ലാതെ ചക്കരത്തുണ്ടായി ഞാൻ തീർന്നു പോയി. ഹക്കിൻ അസ്സലാമു അലൈക്കും.
നല്ലൊരു ഗാനം ആലപിച്ച തൻസീറ, വളരെയധികം നന്ദി. അടുത്തതായി ജൂൺ 20 ലോക അഭയാർത്ഥി ദിനം. ഇതിനെക്കുറിച്ച് സംസാരിക്കാനായി സംഗമം 25 അംഗം യാസ്മിൻ TK ആദരപൂർവ്വം ക്ഷണിക്കുന്നു. അടുത്തതായി സംഗമം 172 ഷംനയെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും. പ്രപഞ്ചമാകെ പ്രഭാമയമായി പ്രഭോ നിന്റെ പ്രബോധനം പ്രശോഭിതമായി പ്രകൃതിയാകെ പ്രതീകമായി നിൻ പ്രിയങ്കരം മനോഹരം അലങ്കാരമായി നാദാ നിന്നിഴൽ നിലാവിൽ തൂകും ഇതായി പകൽ പ്രകാശമേകും മണ്ണും വിണ്ണും കണ്ണിൽ നിന്നും മിന്നും രൂപമായി അന്നും ഇന്നും എന്നും നാദാ നിൻ ദൃഷ്ടാന്തമായി പ്രപഞ്ചമാകെ പ്രഭാമയമായി പ്രഭോ നിന്റെ പ്രബോധനം പ്രശോഭിതമായി പ്രകൃതിയാകെ പ്രതീകമായി നിൻ പ്രിയങ്കരം മനോഹരം അലങ്കാരമായി പ്രപഞ്ചമാകെ പ്രഭാമയമായി പ്രഭോ നിന്റെ പ്രബോധനം പ്രശോഭിതമായി പ്രകൃതിയാകെ പ്രതീകമായി നിൻ പ്രിയങ്കരം മനോഹരം അലങ്കാരമായി. അസ്സലാമു അലൈക്കും. ഷംന നല്ല രീതിയിൽ തന്നെ ഗാനം വലച്ചു, വളരെയധികം നന്ദി. അടുത്തതായി നമ്മളെ അവലോകനത്തിനായി ഇവിടെ എത്തിച്ചേർന്ന റാഷിദ് അംബാലി, ബയാനുൽ ഇസ്ലാം മദ്രസ പ്രിൻസിപ്പൽ, അദ്ദേഹത്തെ ആദരപൂർവ്വം ഈ അവതരണത്തിന്റെ അവലോകനത്തിനായി ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ്. ജൂൺ മാസ ചിന്തകൾ എന്ന തലക്കെട്ടിൽ പഠനവേദിയുടെ അതിപ്രൗഢമായ 4 വിഷയാവതരണങ്ങളാണ് ഇവിടെ നടന്നത്. ചുരുങ്ങിയ സമയത്തിനുള്ളിൽ 4 വിഷയങ്ങളുടെയും മുഴുവൻ ഭാഗങ്ങളെയും സ്പർശിച്ചുകൊണ്ട് വളരെ കൃത്യവും വ്യക്തവുമായ രീതിയിൽ അത് അവതരിപ്പിക്കാൻ കഴിഞ്ഞു എന്നത് അഭിനന്ദനാർഹമാണ്. അൽഹംദുലില്ലാഹ്. അതിനെ പ്രത്യേകം 4 വിഷയാവതകരെയും അഭിനന്ദിക്കുകയാണ്. ഇതിൽ ഒന്നാമത് അവതരിപ്പിച്ച വിഷയം പരിസ്ഥിതി ദിനവുമായി ബന്ധപ്പെട്ടതാണ്. ഏതാണ്ട് എല്ലാ വശങ്ങളും അതിൽ ഊന്നി വന്നിരുന്നു. ചൂഷണത്തെക്കുറിച്ച്, പ്രകൃതി ചൂഷണത്തെക്കുറിച്ച്, അതുമായി ബന്ധപ്പെട്ട് ഇപ്പം നമ്മൾ കഴിഞ്ഞ അല്ലെങ്കിൽ വയനാട്ടിലൊക്കെ സംഭവിച്ചിരുന്ന പ്രകൃതി ദുരന്തങ്ങൾ, ആ പ്രകൃതി ദുരന്തങ്ങളുടെയൊക്കെ കാരണം മനുഷ്യന്റെ ചൂഷണങ്ങളാണ് എന്നാണ്. അപ്പൊ അത്തരത്തിലുള്ള ചെറിയ ചില പോയിന്റുകൾ, പക്ഷെ എന്നാലും ഏറെക്കുറെ എല്ലാ വശങ്ങളും അതിൽ ഉൾക്കൊണ്ടിട്ടുണ്ട്. പിന്നെ കുറച്ചുകൂടി ആ ഒരു പോയിന്റ് കൂടി ഉൾപ്പെടുത്താമായിരുന്നു എന്നൊരു ചിന്ത ഞാൻ ജസ്റ്റ് ഒന്ന് കൂട്ടിച്ചേർക്കാൻ ആഗ്രഹിക്കുകയാണ് ആ വിഷയത്തിലേക്ക്. ബാക്കിയെല്ലാം അതിൽ ഉൾക്കൊണ്ടിരുന്നു. ഞാൻ ഒരിക്കൽ കൂടി പറയുകയാണ്, എല്ലാം ഉൾക്കൊണ്ട ഒരു പിന്നെ സമ്പൂർണമായ വിഷയാവതരണം തന്നെയാണ് 4 വിഷയത്തിന്റെ കാര്യത്തിലുണ്ടായിരുന്നത്. ഒന്നും എവിടെയും ചോർന്നു പോയിട്ടില്ല എന്നത് വളരെ അഭിനന്ദനാർഹമായ ഒന്നാണ്. രണ്ടാമത് ഇവിടെ അവതരിപ്പിച്ച വിഷയം എന്ന് പറയുന്നത് വായനാ ദിനവുമായി ബന്ധപ്പെട്ടതാണ്. വായനാ ദിനവുമായി ബന്ധപ്പെട്ട് വായനയുടെ പ്രാധാന്യവും പ്രസക്തിയും ഒക്കെ വളരെ കൃത്യമായിട്ട് പ്രതിപാദിച്ചു. അതിൽ ഡിജിറ്റൽ വായന എന്നത് കൂടി പ്രോത്സാഹിപ്പിക്കേണ്ടുന്ന ഒന്നാണ്. എൻ്റെ ഒരു അഭിപ്രായത്തെ ഞാൻ അതിൽ കൂട്ടിച്ചേർക്കാണ്. ഓരോരുത്തർക്കും അവരുടെ അഭിപ്രായങ്ങൾ ഉണ്ടാവും. കാരണം കാലഘട്ടം മാറുമ്പോൾ സ്വാഭാവികമായിട്ടും വായനയും അതിൻ്റെ ശൈലിയും രീതിശാസ്ത്രവും മാറും. അപ്പം പുതിയ തലമുറയുടെ വായനയെക്കുറിച്ച് കൂടി നമ്മൾ പിന്നെ അതിനെ മൊത്തമായി റിജക്റ്റ് ചെയ്യുക എന്നതല്ല, അതിനെ കൂടി അക്സെപ്റ്റ് ചെയ്തിട്ട് ഡിജിറ്റൽ ഡിജിറ്റൽ റൈറ്റിങ്ങിലേക്ക് പോകും. പുസ്തകങ്ങൾ ഡിജിറ്റലൈസ് ചെയ്യും, ന്യൂസ് പേപ്പറുകൾ ഡിജിറ്റലൈസ് ചെയ്യുന്നു. സോ ഡിജിറ്റൽ വായന എന്നത് കൂടി
പിന്നെ ഡിജിറ്റൽ നമ്മൾ അക്സെപ്റ്റ് ചെയ്യണമെന്നാണ്. അറിവ് വർദ്ധിക്കുവാൻ അക്ഷരം എന്ന് പറയുന്നത് എഴുത്ത് അല്ലെങ്കിൽ പ്രിന്റിംഗ് മാത്രമല്ല, മറിച്ച് ഈ ഡിജിറ്റലിൽ വരുന്നതും നമ്മൾ അക്സെപ്റ്റ് ചെയ്യണം എന്ന ഒരു അഭിപ്രായം രേഖപ്പെടുത്തുന്നത്. പക്ഷെ അത് വളരെ കൃത്യമായിട്ട് വായനയുടെ ഒരു പ്രസക്തിയും അതിൻ്റെ കോട്ടിങ്സ് ഒക്കെ വളരെ നന്നായിട്ട് ഉദ്ധരിച്ചു. അതിൽ കുറെ കൂടിയൊക്കെ മൊത്തത്തിൽ 4 വിഷയങ്ങളിലും കുറച്ചും കൂടി ഒക്കെ 1-2 കോട്ടിങ്സ് എനിക്ക് ഉൾപ്പെടുത്താം. പക്ഷെ എന്നാലും സമയം പരിഗണിച്ച് നോക്കുമ്പോൾ വളരെ കൃത്യമായിട്ടെല്ലാം ഉൾക്കൊണ്ടിട്ടുണ്ട് എന്നൊന്ന് ഊന്നാണെങ്കിലും ചില കോട്ടിങ്സുകളൊക്കെ ഉൾപ്പെടുത്താമായിരുന്നു എന്നൊരു അഭിപ്രായം കൂടി രേഖപ്പെടുത്താണ്. 3-ാമത്തെ വിഷയം എന്ന് പറയുന്നത് അഭയാർത്ഥി ദിനവുമായി ബന്ധപ്പെട്ടിട്ടാണ്. വളരെ നന്നായിട്ട് അവതരിപ്പിച്ചു. മാത്രമല്ല അതിനെ ഹിജറയുമായിട്ടൊക്കെ കണക്ട് ചെയ്യാൻ ശ്രമിച്ചത് ആ വിഷയത്തിന്റെ ഒരു മാറ്റുകൂട്ടി അതിലൊരു നല്ലൊരു കമ്പാരിസൺ അവിടെ നടന്നു. പിന്നെ ലോകത്ത് ഏറ്റവും അധികം പീഡനം അനുഭവിക്കുന്ന അഭയാർത്ഥികൾ എന്ന് പറയുന്നത് ഒന്ന് സുഡാൻ, 2 ഏറ്റവും പ്രധാനപ്പെട്ടത് ഫലസ്തീനാണ്. ഫലസ്തീന്റെ ഒരു പ്രശ്നവും വിഷയവും ഒരു വരിയിൽ അവിടെ വരാമായിരുന്നു എന്നുള്ളതാണ്. ഒരു ചെറിയ സൂചന തന്നുവെങ്കിലും ഫലസ്തീൻ എന്ന് പറയുന്നത് ഇന്ന് അനുഭവിക്കുന്ന ഏറ്റവും വലിയ അഭയാർത്ഥി പ്രശ്നം അനുഭവിക്കുന്ന ഒന്നാണ്. മറ്റൊന്ന് റോഹിംഗ്യകളാണ്. ഇത് രണ്ടും നമ്മൾ ഏതൊരു ലേഖനം എഴുതുമ്പോഴും അതിൽ ഉൾക്കൊള്ളേണ്ടതാണ്. കാരണം ഏറ്റവും അധികം പിന്നെ അതിൻ്റെയൊക്കെ കാരണക്കാരെന്ന് പറയുന്നത് ആരാണ് എന്നും നമ്മൾ മനസ്സിലാക്കണം. പ്രത്യേകിച്ച് റോഹിംഗ്യയുടെയൊക്കെ അതുപോലെ തന്നെ ഇസ്രായേലി ഫലസ്തീനി വിഷയങ്ങളിലൊക്കെ. അപ്പം അത്തരം ചില കാര്യങ്ങൾ കൂടി നമ്മൾ ഇതിനോടൊപ്പം നമുക്ക് ധാരണ ഉണ്ടാവേണ്ടതുണ്ട് എന്ന് കൂടി ഓർമ്മപ്പെടുത്തണം. പക്ഷെ വളരെ നന്നായിട്ട് ആ ഒരു വിഷയം അതിൻ്റെ എല്ലാ അർത്ഥത്തിലും ഉൾക്കൊണ്ടുകൊണ്ട് തന്നെയാണ് അവതരിപ്പിച്ചതെന്നുള്ളത് സന്തോഷം നൽകുന്ന ഒരു വിഷയം തന്നെയാണ്, ഒരു കാര്യം തന്നെയാണ്. അതുപോലെ തന്നെ 4-ാമത് അവതരിപ്പിച്ചത് ലഹരിയുമായി ബന്ധപ്പെട്ടാണ്. ലഹരി വിരുദ്ധ ദിനവുമായി ബന്ധപ്പെട്ടിട്ട് ലഹരി എന്നത് നമ്മുടെ ബുദ്ധിയെ മറക്കുന്ന അഥവാ നമ്മുടെ ബുദ്ധിയെ മറച്ചു കളയുന്നതാണ് യഥാർത്ഥത്തിൽ ലഹരി എന്ന് പറയുന്നത്. അത് മദ്യം, മയക്കുമരുന്ന് തുടങ്ങിയ എല്ലാം അത് ഉൾപ്പെടുന്നതാണ്. ഈ സമൂഹം എങ്ങനെയാണ് അതിൽ അകപ്പെട്ടു പോകുന്നത്? പിന്നെ നിരാശ ആ തോതിൽ മാത്രമല്ല, ആനന്ദത്തിന് വേണ്ടി കൂടി ഇത് ഉപയോഗിക്കുന്ന ആളുകളുണ്ട്. അപ്പം അതും അതിൻ്റെ ഒരു വശം തന്നെയാണ്. അവർ ജസ്റ്റ് ഒരു ആനന്ദത്തിന് വേണ്ടി, സന്തോഷത്തിന് വേണ്ടി, അടിച്ചു പൊളിക്കാൻ വേണ്ടിയിട്ടൊക്കെ ഉപയോഗിച്ച് തുടങ്ങുകയും പിന്നീട് അത് അവരുടെ ജീവിതത്തിൽ വളരെ വല്ലാത്ത ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കുകയും ചെയ്യുന്നു. അപ്പം പിന്നെ ഇത് ഈ അർത്ഥത്തിൽ കൂടി അതൊക്കെ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്, എല്ലാം ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് ആ ഒരു ലേഖനത്തിൽ. അപ്പം അതും നമുക്കതിൽ പിന്നെ ഡപ്പാമിൻ അതിൻ്റെ ഹോർമോണിക്കൽ ചേഞ്ചുമായി ബന്ധപ്പെട്ടിട്ടും അതുപോലെ തന്നെ പിന്നെ ഡപ്പാമിൻ പാത്വേ ഒക്കെ വളരെ കൃത്യമായിട്ട് അതിൽ ആ വിഷയം പിന്നെ വളരെ ചെറിയ മൈന്യൂട്ടായിട്ട് അത് ഉപയോഗിച്ചിട്ടുണ്ട്, അത് വന്നിട്ടുണ്ട്. അപ്പം വളരെ നന്നായിട്ടുണ്ട്. പിന്നെ അതും ഒക്കെ വളരെ വിശദമായിട്ട്, അപ്പോൾ ഇതൊക്കെ ഒരു ക്രീമി ആയിട്ട് നന്നായിട്ട് അവതരിപ്പിച്ചിട്ടുണ്ട് ഈ വിഷയങ്ങൾ. പിന്നെ ഇത്തരം ഒരു വേദി ഒരുക്കുന്ന ഈ സംഘത്തെ കൂടി ഞാൻ പ്രത്യേകിച്ച് അഭിനന്ദിക്കുകയാണ് ഈ അവസരത്തിൽ. കാരണം ഇതൊരു നല്ല വളർച്ചയുടെ ഒരു അഭിമാനം തുളുമ്പുന്ന ഒരു നിമിഷമാണ്. കാരണം ഇത്രയും അധികം ചിന്തകൾ നമുക്ക് ഈ ഓരോ ലേഖനവും യഥാർത്ഥത്തിൽ നമ്മൾ ഓരോ സമയത്തും ഒരു ലഘുലേഖ ഇറക്കാവുന്ന തലത്തിൽ അത്രത്തോളം അതിൻ്റെ ഒരു പിന്നെ ക്വാളിറ്റി ഉണ്ട് എന്നതാണ്. 4 എണ്ണവും ഒന്നിനൊന്ന് മുഴച്ചു നിൽക്കുന്നത്. ഇപ്പൊ ഒരു പക്ഷേ ഇതിന് മാർക്ക് ഇടാൻ നിന്നാൽ കൺഫ്യൂഷൻ ആകുന്ന വിധത്തിൽ ഒന്നിനൊന്ന് മുഴച്ചു നിൽക്കുന്നതാണ്. അതുകൊണ്ട് ഒരിക്കൽ കൂടി എല്ലാവരെയും അഭിനന്ദിക്കുകയാണ്. ഇത്തരമൊരു വേദി ഒരുക്കിയതിനും പ്രത്യേക അഭിനന്ദനങ്ങൾ രേഖപ്പെടുത്തുന്നു. ഇൻഷാ അല്ലാഹ് മറ്റൊരു അവസരത്തിൽ കാണാം. റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. 4 വിഷയത്തെക്കുറിച്ചും റാഷിദ് അംബാലി സാർ വളരെ ഭംഗിയായിട്ട് നമുക്കിവിടെ അവലോകനം നടത്തിയിട്ടുണ്ട്. സാർ വളരെയധികം തിരക്കിനിടയിലാണെങ്കിൽ പോലും നമ്മളെ ഇടയിൽ വന്നത് നല്ല രീതിയിൽ തന്നെ നമുക്ക് അവലോകനം തന്നതിന് വളരെയധികം നന്ദി. അടുത്തതായി വായിച്ച പുസ്തകത്തിന്റെ അനുഭവം പങ്കുവെക്കാനായി സംഗമം 171 നിലോഫർ വളരെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്ന് ഞാനിവിടെ അവതരിപ്പിക്കാൻ പോകുന്നത് വൈക്കം മുഹമ്മദ് ബഷീറിന്റെ എഴുത്തും ജീവിതവും എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഇതാണ്. മീൻസ് ജീവചരിത്രമാണ്. EM അഷ്റഫ് എഴുതിയ ഒരു ജീവചരിത്രമാണ്. അതിലിപ്പം നമുക്കറിയാം വൈക്കം മുഹമ്മദ് ബഷീർ എന്ന് പറയുമ്പം കായി അബ്ദുറഹ്മാന്റെയും അതുപോലെ തന്നെ കുഞ്ഞാച്ചുമ്മയുടെയും 6 മക്കളിൽ മൂത്തവനാണ്. 1908 ജനുവരി 19 ബഷീർ ജനിച്ചത്. ബഷീറിന് മറ്റ് സഹോദരങ്ങളായിട്ട് പറയാൻ വെച്ചാൽ അബ്ദുൽ ഖാദർ, ഫാത്തിമ, പാത്തുമ്മ, ഹനീഫ, അബൂബക്കർ, കുഞ്ഞാനുമ്മ, അങ്ങനെ മറ്റ് സഹോദരങ്ങളാണ് ഉള്ളത്. അതിൽ മൂത്ത ആളാണ് ബഷീർ. പിന്നെ ഇത് വായിച്ചതിൽ എനിക്ക് കുറച്ച് ഇവന്റ്സ് പറയാനുള്ളതെന്ന് വെച്ചാൽ
ഇതില് കുറെ ബഷീർ എന്ന് പറയുമ്പോൾ ചെറുപ്പകാലത്ത് ഭയങ്കര ബഷീറിന്റെ വാപ്പാക്ക് തടിക്കച്ചവടം ഒക്കെ ആയിരുന്നു. പക്ഷെ അതൊക്കെ എന്താ പറയാ, അതൊക്കെ നഷ്ടത്തിലായി. അവര് ദാരിദ്ര്യത്തിന്റെ സമയത്തായിരുന്നു. വളരെ കഷ്ടപ്പെട്ടിട്ടാണ് ബഷീർ മുന്നോട്ട് പോയത്. പിന്നെ അതുപോലെ ഈ വളരെ കുസൃതിയായിരുന്നു ബഷീറിന്. ഈ പറഞ്ഞ പോലെ കുറെ ചെല്ലപ്പേരുണ്ടായിരുന്നു, കുറെ എന്താ പറയാ ഇരട്ടപ്പേരിനെ വിളിക്കുമായിരുന്നു ബഷീറിന്റെ വാപ്പ തന്നെ. കൊച്ചമ്മത്, കൈയിട്ട് വാരി, കൂതിക്കൊച്ച, മുമ്മദ്, AK മുഹമ്മദ് എന്നൊക്കെ വിളിക്കുമായിരുന്നു. അലവോ. കാരണം വെച്ചാൽ ബഷീർ ഭയങ്കര ഒരു കുസൃതിയായിരുന്നു. എപ്പോഴും ഈ പറഞ്ഞ പോലെ സ്കൂളിലൊക്കെ സ്കൂൾ കാലഘട്ടമൊക്കെ 6 കിലോമീറ്ററോളം നടന്നിട്ടാണ് പോയിക്കൊണ്ടിരുന്നതെന്നാണ് ഇതിൽ നിന്ന് മനസ്സിലായത്. അതില് പിന്നെ ഈ പറഞ്ഞ പോലെ 7 മണിക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങിയാൽ 10 മണിക്ക് സ്കൂളിൽ എത്തുള്ളൂ എന്നൊക്കെയാണ് ഇതിൽ പറഞ്ഞിട്ടുള്ളത്. നമുക്കൊക്കെ ഊഹിക്കാൻ പോലും പറ്റാത്തൊരു കാര്യമാണ്. അപ്പൊ ആ പറഞ്ഞ പോലെ ആ സമയത്തും രസകരമായ കുറെ കുസൃതികൾ ബഷീറിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാവാറുണ്ട്. ഈ പറഞ്ഞ പോലെ ഈ വഴിക്ക് നിന്നുള്ള മാങ്ങയും അതുപോലെ തന്നെ ഈ അമ്പഴങ്ങയൊക്കെ കല്ലെറിഞ്ഞും പറിച്ചു തിന്നും ഒക്കെ ചെയ്യുമായിരുന്നു. അപ്പൊ കൂട്ടത്തില് ഈ പറഞ്ഞ പോലെ ഒരു അബ്ദുൽ ഖാദർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സഹോദരൻ ഉണ്ടായിരുന്നു. ആ സഹോദരന് കാലിന് സ്വാധീനം ഇല്ലാത്തതാണ്. അപ്പോ ബഷീറൊക്കെ എന്ന് വെച്ചാൽ ബഷീറും മറ്റുള്ള കൂട്ടുകാരൊക്കെ ഇങ്ങനെ സ്കൂളിലേക്ക് നടന്നു പോകുമ്പോ ഈ ഒരു എന്താ പറയാ അബ്ദുൽ ഖാദറിനെ മുന്നിൽ വെക്കും. കാരണം വെച്ചാൽ എന്തെങ്കിലുമൊക്കെ പറിച്ച് എന്തെങ്കിലുമൊക്കെ പ്രശ്നമാകുമ്പോൾ അബ്ദുൽ ഖാദറിനെ അവിടെ ഇട്ടിട്ട് ഓടിക്കളയും. അപ്പൊ ഇങ്ങനെയുള്ള കുറെ കുസൃതിയായിട്ടുള്ള കാര്യങ്ങൾ ഇതിൽ പറയുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ ബഷീറിന് ഈ എന്താ പറയാ ഈ ഇങ്ങനെ അബ്ദുൽ ഖാദറിനെ തള്ളിയിട്ടാലും അബ്ദുൽ ഖാദറിന് ഒരു വിഷമവും ഇല്ല. അതും വളരെ രസകരമായിട്ടാണ് ഇതിൽ പറയുന്നത്. വെച്ചാൽ അബ്ദുൽ ഖാദറിന് അത് തടവുകാലം ഭയങ്കര ഇഷ്ടമാണ്. അബ്ദുൽ ഖാദറിനെ പിടിച്ചാലും അബ്ദുൽ ഖാദറിന് പ്രശ്നമില്ല, കാരണം നല്ല രീതിയിൽ ഭക്ഷണം കിട്ടും. അപ്പൊ അതുകൊണ്ട് വളരെ സന്തോഷമാണ് അബ്ദുൽ ഖാദറിന് പിടിക്കാന്നുള്ളത്. മാങ്ങ മോഷ്ടിച്ചതിന് പിടിച്ചാലും വളരെ സന്തോഷമാണ്. അതും രസകരമായി ഇതിൽ പറയുന്നുണ്ട്. പിന്നെ വേറൊരു കാര്യം, കളർ പെൻസിൽ മോഷ്ടിച്ച കാര്യം പറയുന്നുണ്ട്. അതും രസകരമായിട്ടാണ്. പിന്നെ ഈ നാരായണൻ പിള്ള സാർ എന്ന് പറഞ്ഞിട്ടുള്ള ബഷീറിന്റെ സാർ ഇടപെട്ട് അത് ഒതുക്കുന്നതും അതൊക്കെ വളരെ രസമുള്ള ഒരു ഇതാണ്. പിന്നെ അതുപോലെ വേറൊരു ബഷീറിന്റെ ഒരു ഉദാഹരണം പറയാന്ന് വെച്ചാല് ബഷീർ എന്താ പറയാ വേറൊരു സംഭവം, ബഷീറിന്റെ ഉമ്മ ഒരു കുടുക്കയില് കുറെ പൈസയൊക്കെ വെച്ചിട്ട് അങ്ങനെ നാണയങ്ങളൊക്കെ സൂക്ഷിച്ചിരുന്നു. പക്ഷെ അതൊരു ദിവസം ബഷീറിന്റെ അഞ്ചന് അനീഫയും കൂടി അതെടുത്ത് രണ്ടുപേരും കൂടി വീതിച്ച്, പക്ഷെ വീതിക്കുന്നതിന്റെ ഇടയിൽ ഒരു കഷവിശ ഉണ്ടായിട്ട് ആരാ കട്ടെന്ന് ഉമ്മ ചോദിച്ചപ്പോ ഉമ്മാനോട് പറഞ്ഞ് ഇക്കാക്കയാണ് കട്ടെന്ന് പറഞ്ഞു, ബഷീറിന്റെ അനിയൻ ഹനീഫ. അപ്പൊ അങ്ങനെ അത് എന്താ പറയാ, പിന്നെ അതിന് ശിക്ഷയായിട്ട് ഉമ്മ ബഷീറിനെ മരത്തിൽ കെട്ടിയിട്ട് അടയ്ക്കാ മരത്തിൽ കെട്ടിയിടുകയാണ് ഉണ്ടായത്. പക്ഷെ അതിന് 1 മണിക്കൂർ കഴിഞ്ഞപ്പോൾ ബഷീറിനെ കാണാനില്ല. വീണ്ടും ബഷീറിന്റെ കുസൃതി അവിടെ വന്ന് ബഷീറിനെ കെട്ടിയിട്ട് ആ ഒരു മീൻസ് അടയ്ക്കാ മരത്തിന്റെ ആ കയറ് തളയാക്കിയിട്ട് ആ മരത്തിന്റെ മുകളിൽ കയറി ഇരിക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് ഉമ്മ ഞാനിവിടെ ഉണ്ട് എന്നൊരു ഡയലോഗും. അപ്പൊ ഇതൊക്കെ വളരെ എന്താ പറയാ ഭയങ്കര ഒരു കുസൃതി, നല്ലൊരു നമുക്കൊരു ഹാസ്യം നൽകുന്ന കാര്യങ്ങളാണ്. പിന്നെ ബഷീറിന്റെ സുഹൃത്തിനെ കുറിച്ചിട്ടൊക്കെയാണ് പറയുന്നത്. ബഷീറിന്റെ സുഹൃത്ത് ഒരു മാത്തൻ കുഞ്ഞ് എന്ന് പറഞ്ഞ സുഹൃത്താണ് ബഷീറിന് ഉണ്ടായത്. പിന്നെ ബാഡ്മിന്റൺ കളിക്കുമായിരുന്നു എപ്പോഴും. പിന്നെ അതുപോലെ എന്താ പറയാ ഇങ്ങനെയുള്ള ഈ ബഷീറിന്റെ ചെറുപ്പകാലമൊക്കെ ആ സമയത്ത് ബഷീറിന് സ്കൂൾ കാലഘട്ടം എന്നെല്ലാം പറയുമ്പോൾ ഭയങ്കര ദാരിദ്ര്യം ഒക്കെ ആയിരുന്നു. പക്ഷെ എങ്കിലും നല്ല സ്കൂളുകളിലും അതുപോലെ തന്നെ ബഷീറിന് കുറച്ച് എന്താ പറയാ ഈ മാത്സ് കുറച്ച് ടഫായിരുന്നു. ഈ എന്താ പറയാ ഈ ഒന്നും കൂട്ടിയാൽ എത്ര എന്ന് പറയുമ്പോൾ ഇമ്മിണി വലിയ 1 എന്നാണ് ബഷീറിന്റെ ഉത്തരം വരിക. അപ്പൊ അതും ഒരു രസകരമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. എന്താ പറയാ നമുക്ക് അതുപോലെ കുറെ രസകരമായിട്ടുള്ള കാര്യങ്ങൾ ഇതിൽ കോട്ട് ചെയ്തെടുക്കാൻ പറ്റിയിട്ടുണ്ട്. പിന്നെ ബഷീറിന്റെ സഹോദരങ്ങളും ഒക്കെ അവരെ വാപ്പ ഇങ്ങനെയുള്ള പഠന കാര്യത്തിലൊക്കെ അത്രയും ദാരിദ്ര്യമായിട്ട് പോലും നല്ല രീതിയിലും ഇംഗ്ലീഷ് ഉൾപ്പെടെയുള്ള നല്ല ഇതിലാണ് പഠിപ്പിച്ചു വന്നത്. പിന്നെ അതൊക്കെ ആ സമയത്ത് വിവാദം ഉണ്ടാക്കിയെങ്കിലും ബഷീറിന്റെ വാപ്പ അബ്ദുറഹ്മാൻ അതിനൊക്കെ ഒരു ഇതും വരുത്തിയിട്ടില്ല. പിന്നെ അതുപോലെ അങ്ങനെയുള്ള കുറെ രസകരമായിട്ടുള്ള, പിന്നെ ബഷീറിന്റെ ഈ പറഞ്ഞ പോലെ ബഷീറിന് ഒരു പ്രേമം ഉണ്ടായിരുന്നു ബാല്യകാല സഖിയിലെ നായികയായ സുഹ്റയായിട്ട്. അപ്പൊ സുഹ്റ ഭയങ്കര സപ്പോർട്ടായിരുന്നു. നമ്മള് ഈ ബഷീർ എക്സാം എഴുതുന്ന സമയത്ത് സുഹ്റ അത് കാണിച്ചു കൊടുക്കും, പേപ്പറൊക്കെ കാണിച്ചു കൊടുക്കും. അങ്ങനെയൊക്കെ ആ ഒരു രീതിയിൽ കാണിച്ചു കൊടുത്ത് ബഷീറിനെ രക്ഷിക്കുമായിരുന്നു എന്നൊക്കെയാണ്. പക്ഷെ അത് പിന്നെ ഒരു ദുരന്തമായിട്ടാണ് പരിണമിച്ചത്. എന്തായാലും അങ്ങനെ വളരെ രസകരമായിട്ടുള്ള കാര്യങ്ങളാണ്. പിന്നെ ബഷീർ ഈ വൈക്കം സത്യാഗ്രഹത്തിൽ ഗാന്ധിജീനെ കണ്ടുമുട്ടിയ കാര്യം കൂടി ഇതിൽ പറയുന്നുണ്ട്. അപ്പൊ അതും ഒരു വളരെ അവരെ സ്വാധീനിച്ച ഒരു സംഭവമായിട്ടാണ് ഇതിൽ പറയുന്നത്.
അപ്പോൾ ഈ ചുരുങ്ങിയ രീതിയിൽ എനിക്ക് ഇത്രയാണ് ഇതിൻ്റെ എനിക്കൊരു വായിച്ചിട്ടുള്ള ഒരു അനുഭവം പറയാനുള്ളത്. ഓക്കെ, അസ്സലാമു അലൈക്കും. ലോഫർ വളരെ ഭംഗിയായി തന്നെ ഇവിടെ വായിച്ച അനുഭവത്തിന്റെ ഒരു കഥ പോലെയാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. വളരെയധികം നന്ദി. അടുത്തതായി സംഗമം 54 ഫസീന. അസ്സലാമലൈക്കും. നിലോഫർ പറഞ്ഞത് തന്നെ എനിക്കും പറയാനുള്ളത്. ഞാനും വൈക്കം മുഹമ്മദ് ബഷീർ തന്നെയാണ് വായിച്ചത്, പാത്തുമ്മയുടെ ആട്. എനിക്ക് ചെറുപ്പത്തിലെ വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ ഭയങ്കര ആ കഥകൾ, അദ്ദേഹത്തിൻ്റെ ഹ്യൂമർ സെൻസ്, നർമ്മം എല്ലാം ഭയങ്കര ഇഷ്ടമായിരുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ അദ്ദേഹത്തിൻ്റെ തന്നെയാണ് വായിച്ചത്, പാത്തുമ്മയുടെ ആട്. ഇനി അദ്ദേഹത്തിൻ്റെ ബയോഡേറ്റ ഒന്നും പറയേണ്ട ആവശ്യമില്ല, നിലോഫർ വിശദീകരിച്ച് പറഞ്ഞിട്ടുണ്ട്. ഞാൻ വായിച്ചത് പാത്തുമ്മയുടെ ആടാണ്. അതിൽ ഉള്ള കഥാപാത്രങ്ങൾ പാത്തുമ്മ, ആട്, പിന്നെ അനീഫ, അദ്ദേഹത്തിൻ്റെ സഹോദരങ്ങൾ സൈനബ, അനീഫ. അതിൽ ആടാണ് മെയിൻ കഥാപാത്രമായിട്ടുള്ളത്. ആട് ബഷീറിൻ്റെ ബാല്യകാല സഖിയും ശബ്ദങ്ങൾ അതെല്ലാം കുറേ ഭാഗം തിന്നുകയും ചെയ്ത്. പിന്നെ അനീഫൻ്റെ മറ്റേ ഇതിലെ തേൻഭരണിയിൽ പൊട്ടിയിട്ടുള്ള ആ കഥാപാത്രങ്ങൾ, പിന്നെ കുറേ കുട്ടികൾ, അവരുടെ മക്കൾ, അതെല്ലാമാണ് അതിൻ്റെ അകത്തുള്ള കഥാപാത്രങ്ങൾ. പിന്നെ സ്വന്തം കുടുംബക്കാരെ തന്നെയാണ് ഈ കഥാപാത്രങ്ങളെല്ലാം ഉൾപ്പെടുത്തിയിട്ടുള്ളത്. എല്ലാം നർമ്മരസത്തിലൂടെ എല്ലാം സ്വന്തം കുടുംബക്കാരെ തന്നെയാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. പിന്നെ ഈ പറഞ്ഞ പോലെ ബാല്യകാല സഖിയിൽ മജീദും സുഹറിയും ബാല്യകാല സഖിയിൽ. പിന്നെ എൻ്റെ ഉപ്പാപ്പക്കൊരാന ഉണ്ടായിരുന്നു. ഇതെല്ലാം ബഷീറിൻ്റെ പിന്നെ നിലോഫർ പറഞ്ഞ ഇതെല്ലാം ശബ്ദങ്ങൾ. അങ്ങനെ കുറച്ച് അതിൽ പാത്തുമ്മയുടെ ആടാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. കാരണം അതിലത്തുള്ള ഭാഷകൾ വായിച്ചാലേ മനസ്സിലാവും. ഒന്നും പെട്ടെന്ന് നമുക്ക് ക്യാച്ച് ചെയ്യാൻ പറ്റാത്ത ചില വാക്കുകൾ എല്ലാം ഉണ്ട് ആ പുസ്തകത്തിൽ. പിന്നെ എല്ലാം വിശദീകരിച്ച് നിലോഫർ പറഞ്ഞുകൊണ്ട് ഞാൻ പറയാൻ വിചാരിച്ചത് വരെ നിലോഫർ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് എനിക്ക് വായിച്ചതിൽ വെച്ച് ഏറ്റവും ഇഷ്ടപ്പെട്ട വൈക്കം മുഹമ്മദ് ബഷീറിനെ പറ്റി 2 വാക്ക് പറയാൻ സാധിച്ചതിൽ തന്നെ അതിയായ സന്തോഷമുണ്ട്. അസ്സലാമു അലൈക്കും. ബഷീർ കഥകൾ പറഞ്ഞു തന്ന ഫസീന 54 വളരെയധികം നന്ദി. അടുത്തതായി നന്ദി അർപ്പിച്ച് സംസാരിക്കാൻ വേണ്ടി ഇവിടെ എത്തിച്ചേർന്ന ഷമീമ, കോർ ടീം അംഗമാണ്, പാലിശ്ശേരി സോണൽ സെക്രട്ടറിയുമായ ഷമീമയെ വളരെ ആദരപൂർവ്വം നന്ദി അർപ്പിച്ച് സംസാരിക്കാൻ വേണ്ടി ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. നമ്മുടെ സംഗമം കൾച്ചറൽ ഫോറം കോർ ടീമിൻ്റെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കുന്ന ഈ 4ാമത് സാറ്റർഡേ ഇൻസെക്ട്സ് ഓൺലൈൻ പരിപാടി വളരെ വിജയകരമായി ഇവിടെ സമാപിക്കുകയാണ്. ഈ ഒരു നല്ല പരിപാടിക്ക് എല്ലാ പിന്തുണയും നൽകി നമ്മെ നയിക്കുന്ന നന്മ വെൽഫെയർ സൊസൈറ്റിയുടെ ബഹുമാനപ്പെട്ട പ്രസിഡന്റ് ഫാസിന ബഷീർ സാഹിബ, വൈസ് പ്രസിഡന്റ് അഷ്വാസ് സാഹിബ്, സെക്രട്ടറി അബ്ദുൾ റഹീം അഥേരി എന്നിവർക്ക് ഈ അവസരത്തിൽ എൻ്റെയും ഈ കൂട്ടായ്മയുടെയും പേരിലും പ്രത്യേകം നന്ദി ഞാൻ ആദ്യമായി രേഖപ്പെടുത്തുന്നു. അവരുടെ സാന്നിധ്യവും മാർഗനിർദ്ദേശവും ഈ പരിപാടിയുടെ വിജയത്തിന് ഏറെ വലിയ കരുത്താണ്. തുടർന്ന് ഈ നല്ലൊരു സായാഹ്നത്തിന് സാക്ഷ്യം വഹിച്ച മറ്റുള്ളവർക്കും നന്ദി പറയുക എന്നതാണ് എൻ്റെ ഇന്നത്തെ ചുമതല. ഈ യോഗത്തിൻ്റെ അധ്യക്ഷത വഹിച്ച് ഭംഗിയായി നിയന്ത്രിച്ച റുക്സാന താഹയ്ക്കും മീറ്റിങ്ങിലേക്ക് ഏവരെയും സ്നേഹത്തോടെ സ്വാഗതം ചെയ്ത നദീമയ്ക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുന്നു. ജൂൺ മാസത്തിലെ പ്രധാന ചിന്തകളായ പരിസ്ഥിതി ദിനം, വായനാ ദിനം, അഭയാർത്ഥി ദിനം, ലഹരി വിരുദ്ധ എന്നിവയെക്കുറിച്ച് വളരെ അർത്ഥവത്തായ രീതിയിൽ ലഘുപ്രഭാഷണം നടത്തിയ സഹല സുഹാന, സൗജത്ത് ലത്തീഫ്, യാസ്മിൻ TK, ജംഷീദ എന്നിവർക്ക് പ്രത്യേക അഭിനന്ദനങ്ങളും നന്ദിയും അറിയിക്കുന്നു. മീറ്റിങ്ങിന് നല്ല സംഗീതമധുരം പകർന്ന തൻസീറ നവാസ്, ഷംന എന്നിവർക്കും തങ്ങളുടെ വായനാനുഭവങ്ങൾ നമ്മളോട് പങ്കുവച്ച നിലോഫർ, ഫസീന എന്നിവർക്കും നന്ദി രേഖപ്പെടുത്തുന്നു. കൂടാതെ ഈ പരിപാടികളൊക്കെ വളരെ മനോഹരമായി വിലയിരുത്തി അവലോകന പ്രഭാഷണം നടത്തിയ ബയാനുൽ ഇസ്ലാം മദ്രസ പ്രിൻസിപ്പളും തലശ്ശേരി ഗവൺമെൻറ് ഗേൾസ് ഹൈസ്കൂൾ അധ്യാപകനുമായ റാഷിദ് അംബാരി സാഹിബിനെയും ഞാൻ ഈ അവസരത്തിൽ ആത്മാർത്ഥമായ നന്ദി അറിയിക്കുന്നു. അവസാനമായി ഈ പരിപാടിയിൽ